കുഞ്ഞിനിന്ന് പോയില്ലായിരുന്നു കേട്ടോ. ആൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളിന്ന് ലീവ് എടുത്തു. അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് ഇരുന്നപ്പോഴാണ് നമുക്ക് ഒന്ന് രണ്ട് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിള്ളേരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്ന് പിന്നെ അവരെയും കൂടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ നമ്മളൊരു വീടിൻ്റെ കാര്യം ഇങ്ങനെ അറിഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അതും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ചന്ദനത്തോപ്പ് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ വീട്. അന്നേരത്തേക്ക് അവളുമാർ ഇന്ന് അവിടെ ഇറക്കി വിടാമെന്ന് വിചാരിച്ചു. കൊട്ടാരക്കര വഴി പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറക്കി വിട്ടു. അപ്പോഴേ തന്നെ അവർക്ക് ബസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി ആ വീട് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എങ്ങോട്ടേക്കോ കയറിപ്പോയി കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. ശരിക്കുള്ള വഴിയിലോട്ട് കയറിയിട്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ തിരിഞ്ഞിട്ട് വേറെ എങ്ങോട്ടൊക്കെയോ പോയി. അതുകൊണ്ട് കുറച്ചധികം ചുറ്റി അങ്ങ് പോയി കേട്ടോ. ചുറ്റേണ്ടി വന്നെങ്കിലും പക്ഷേ ഞങ്ങൾ കറക്റ്റായിട്ട് വീട്ടിൽ ചെന്നു. പക്ഷേ ഇങ്ങോട്ട് വന്ന സമയത്ത് അധികം ദൂരം തോന്നിയില്ല. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരുപാട് ചുറ്റിയതുകൊണ്ടൊക്കെ ആയിരിക്കും നല്ല ദൂരം തോന്നി. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊരു കാര്യം ആവശ്യപ്പെട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ. ഒരുപാട് പേര് നമ്മളോടത്ത് വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ച് എനിക്ക് നമ്പറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന സ്ഥലത്ത് വീടുണ്ട്, വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും നമ്മൾ പോയി കാണാൻ പറ്റുന്ന നമുക്ക് സൗകര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നിടത്തൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് റെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. ഒരുപാട് കൂടുന്നിടത്തൊന്നും നമുക്ക് പോകാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ അതുകൊണ്ടൊക്കെ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം തന്നെ കുറച്ച് വീടുകൾ നമ്മൾ അന്വേഷിക്കുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇവിടെയും വന്നിട്ട് ഞങ്ങൾ കയറിയൊക്കെ നോക്കി. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഏരിയ ഒന്നും വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ദൂരെ കൂടുതലുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുഞ്ഞിന് കാലിനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത്രയും ദൂരം അവിടെ നിന്ന് ഇങ്ങ് വരെ ഡെയിലി പോയി വരണ്ടേ. ഇവിടുത്തെ ഈ കല്ലുന്താഴത്തെ ബ്ലോക്കൊക്കെ ഓർക്കുമ്പോൾ തന്നെ നല്ല പേടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അടുത്തെങ്ങാനും വേറെ എവിടെയെങ്കിലും കിട്ടുന്നതുകൊണ്ടും കൂടെ നോക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. എന്നിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ 8ൻ്റെ പണി ഞങ്ങളെയും കാത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് നമ്മൾ പൈപ്പ് വന്നപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. അന്നേരമാണ് മനസ്സിലായത് മോട്ടർ പിന്നെയും നമുക്ക് 8ൻ്റെ പണി തന്നെന്ന്. അങ്ങനെ ഇതാ വെള്ളമില്ലല്ലോ. പിന്നെ അതിനകത്ത് ആ ഒരു ഏറ് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് പിടിച്ചൊഴിക്കണമെങ്കിൽ വെള്ളം വേണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കോരാമെന്ന് വിചാരിച്ചു. നല്ല ആഴമുണ്ട് കേട്ടോ കിണറിന്. അതുകൊണ്ട് തന്നെ അതുമല്ല ആ ഒരു കപ്പി കിടക്കുന്ന സ്ഥലത്ത് എനിക്കിങ്ങനെ വെള്ളം കോരിയിട്ട് ഇങ്ങനെ എത്തിയെടുക്കുമല്ലോ. എനിക്ക് എത്തത്തില്ല കേട്ടോ. എനിക്ക് നീളം കൂടുതലുകൊണ്ടാണ്. കുഞ്ഞൻ എപ്പോഴും പറയും നീ കുരുട്ടാണെന്ന്. എന്ത് ചെയ്യണം, നമുക്ക് നീളമില്ലെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിൽ തെറ്റാണോ? അല്ലല്ലോ അല്ലേ. എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്നാലൊക്കെ എത്തിക്കോരിയൊക്കെ എടുക്കുമായിരുന്നു. കാരണം ഇതിന് മുന്നേ ഞങ്ങൾക്ക് മൂന്നാലല്ല 4-5 ദിവസം ഞങ്ങൾക്ക് ഇതോട്ട് മോട്ടർ പണി തന്ന് അവർ ശരിയാക്കാനെന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീടും കൊണ്ടുവച്ചിട്ടും ഈ ഒരു അവസ്ഥ തന്നെയാണ്. പിന്നെ 6 ദിവസം നമുക്ക് 4-5 ദിവസം വെള്ളം നമ്മളിങ്ങനെ കോരി എടുക്കുമായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് തോളുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കുഞ്ഞൻ കോരി തരാമെന്നും പറഞ്ഞ ആളാട്ടാണ് ഈ കോരി തന്നത്. കാരണം എനിക്ക് എത്തത്തില്ലല്ലോ, എത്തി വലിച്ചെടുക്കണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഈ പൈപ്പിലോട്ട് വെള്ളം പിടിച്ചൊഴിക്കുകയാണ്. ഒഴിച്ചൊഴിച്ചെൻ്റെ കൈ കഴിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും മാറി തിരിഞ്ഞ് നിന്ന് ഒഴിക്കുകയാണ്. കാരണം അത്ര നേരം ഒഴിച്ചിട്ടും അത് നിറയുന്നില്ലായിരുന്നു. ഈ ബക്കറ്റിൻ്റെ 2 ബക്കറ്റാണ് ഞങ്ങൾ ഒഴിച്ചത് കേട്ടോ. എന്നിട്ടും നിറയുന്നില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒഴിച്ചൊഴിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ മുകളിലോട്ട് കയറിപ്പോയായിരുന്നു. ടാങ്ക് നിറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മുകളിൽ കയറിയാൽ മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. എന്തെന്ന് വെച്ചാൽ വെള്ളം വീഴുന്ന സൗണ്ടൊന്നും നമ്മൾ കേൾക്കത്തില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ എന്തായാലും അത് വീഴുന്നുണ്ടായിരുന്നു. വീണില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനും ഉള്ളിലുണ്ടായിരുന്നു. മോട്ടർ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളം കോരേണ്ടി വരും. കുഞ്ഞിന് വയ്യാതിരിക്കുകയല്ലേ, അതൊക്കെയാണ് പാട്. എനിക്കും പറ്റത്തില്ലല്ലോ, ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റൊന്നും എടുക്കരുതെന്ന് ഇങ്ങനെ മെയിനായിട്ടും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ കോവലിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു. അതൊക്കെ പിന്നെ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നിറയെ ഉറുമ്പായതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല. കുഞ്ഞിനാണെങ്കിൽ എന്നെ കിടന്ന് ചീത്ത വിളിയായിരുന്നു. ഇറങ്ങി വായോ, എനിക്ക് വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കയറിയതല്ലേ, അത് പിന്നെയും കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുഞ്ഞിനെ കൊണ്ട് കത്തി അടുപ്പിച്ചിട്ട് കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഉറുമ്പ് കടിച്ചിട്ട് എൻ്റെ കൈയും ദേഹവും എല്ലാം ഇങ്ങനെ പൊങ്ങാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ഹസി റാഫിയുടെ മകളുടെ ബർത്ത്ഡേ മെയ് 28 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോളു. ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രേഷ്മ ദേവുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് മെയ് 29 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വേറൊരു വീട് നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മുടെ വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ
ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം പോസ്റ്റ് ആയെങ്കിലും നമുക്ക് വീടിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് ചെല്ലാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കാരണവശാലും കയറുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. കുഞ്ഞൊരു ഇടുക്ക് വഴിയായിട്ടോ അവർ പറയുന്ന റിവേഴ്സ് എടുത്ത് പോയാൽ മാത്രമേ നമുക്ക് തിരിച്ച് വരാൻ പറ്റത്തുള്ളൂ. തിരിക്കാനുള്ള വഴിയൊന്നും അവിടെ ഇല്ല. പിന്നെ നമ്മൾ ആ വീട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സങ്കടമാണോ ദേഷ്യമാണോ ഉണ്ടായെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. വെറുതെ നമ്മൾ അവിടെ വരെ പോയി മെനക്കെട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.